السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. അല്ലാഹു നമ്മുടെ ദർസ് കബൂലാക്കട്ടെ. റബീഉൽ അവ്വലിൻ്റെ വലിയ തിരക്കുകൾക്കിടയിലും നമ്മുടെ പഠിതാക്കൾ അൽഹംദുലില്ലാഹ് ദർസ് മുടങ്ങാതെ കേൾക്കുന്നു. പല പ്രാവശ്യം കേൾക്കുന്നവരുണ്ട്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അത് കൃത്യമായി ഡയറികളിൽ നോട്ടുകളിൽ എഴുതി രേഖപ്പെടുത്തുന്ന ഏതാനും ചില പഠിതാക്കളുണ്ട് റബ്ബേ. അല്ലാഹ്, അതിലേക്ക് ഒരുപാട് ആളുകളുടെ മനസ്സ് നീ തിരിക്കണേ അല്ലാഹ്. ഒരുപാട് പഠിതാക്കളെ ഇതിലേക്ക് ആകർഷിപ്പിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിങ്ങളുടെ ബന്ധങ്ങളിലൊക്കെ ഉള്ളവരിലേക്ക് നമ്മുടെ ദർസിനെ പറ്റി പറഞ്ഞ് പരമാവധി നല്ലവരായ സഹോദരിമാരെ നമ്മുടെ ദർസിലേക്ക് കൊണ്ടുവരണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ അയ്യുഹൽ വലതൊക്കെ ഏതെങ്കിലും ചെറിയ രൂപത്തിലെങ്കിലും എഫക്റ്റ് ചെയ്യാതിരിക്കില്ല. അത്രയും വലിയ പവർഫുള്ളാണ് അയ്യുഹൽ വലത് പോലത്തെ ഗ്രന്ഥങ്ങൾ. അല്ലാഹുവേ, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തുടരുന്നു, അമ്മൽ ലവാഇ തദഉ. 4 കാര്യങ്ങൾ നീ ചെയ്യുകയും 4 കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും വേണമെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഫഅഹദുഹാ, അതിൽ നിന്ന് ഒന്നാമത്തത് അല്ലാ തുനാദിറ അഹദൻ, ഒരാളോടും നീ മുനാദറ നടത്തരുത്. ഫീ മസ്അലത്തിൻ, ഏതെങ്കിലും ഒരു മസ്അലയിൽ മസ്തതാഴത്ത കഴിവിൻ്റെ പരമാവധി തർക്കങ്ങൾ ഒഴിവാക്കണം, വാഗ്വാദങ്ങൾ ഒഴിവാക്കണം, ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കണം, സംവാദങ്ങൾ ഒഴിവാക്കണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, മോനെ, നീ പരമാവധി തർക്കങ്ങൾ ഒഴിവാക്കണം. ലിഅന്ന ഫീഹാ ആഫതൻ കസീറ, ധാരാളം ആഫത്തുകൾ തർക്കിക്കുന്നതിലുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുകയാണ്. ഏതെങ്കിലും മസ്അലകളിൽ, ഏതെങ്കിലും വിഷയങ്ങളിൽ നീ പരമാവധി സംവാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. വലിയ ആഫത്തുണ്ടതിൽ എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു. വഇസ്മുഹാ അക്ബറു മിൻ നഫ്ഇഹാ, ഉപകാരമൊക്കെ ഉണ്ടെങ്കിലും ഉപകാരത്തെക്കാളും ഉപദ്രവമാണ് കൂടുതൽ. തർക്കത്തിലൂടെ വരുന്നത് ഉപദ്രവമാണ്. ഇത് ഹിയ മംബഉ കുല്ലു ഖുലുഖിൻ ദമീം, ഏതു മോശപ്പെട്ട സ്വഭാവത്തിൻ്റെയും കേന്ദ്രം തർക്കമാണ്. തർക്കിക്കും, അതിലൂടെ അനാവശ്യങ്ങൾ പറയും, അങ്ങനെ കൊലപാതകത്തിലേക്ക് കൂട്ടും, കുടുംബ കലഹങ്ങളിൽ സമാപിക്കും, പിന്നീട് മരണം വരെ ആ കുടുംബത്തിന് യാതൊരു ബന്ധവുമില്ലാതെ മാറും. സ്റ്റാർട്ടിംഗ് പോയിന്റാണ്, മമ്പ ആണ് ഈ തർക്കങ്ങളെന്ന് എത്ര കൃത്യമായിട്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നത്. കർരിയാഇ വൽ ഹസദി വൽ കിബ്രി വൽ ഹഖദി വൽ അദാവതി വൽ മുബാഹാത്ത് വഗൈരിഹ,
എന്തൊക്കെ പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ടാകുക? റിയാ വരും, ലോകമാന്യം വരും, അസൂയ വരും, കിബർ വരും, അഹങ്കാരം, ഹിഖദ് പോര് വരും, അദാവത്ത് ശത്രുത വരും, മുബാഹാത്ത് വലിയ ആളായി നടന്ന് പൊങ്ങച്ചം കാണിക്കുക, ഇതെല്ലാം വരും. വഗൈരിഹ, ഇതല്ലാത്ത പല സംഗതികളും, കൊലപാതകം, കവർച്ച, പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകും. അതുകൊണ്ട് പരമാവധി നീ ഒതുങ്ങുക, അഫ്വ് ചെയ്യുക, വാഗ്വാദങ്ങൾക്ക് പോകാതിരിക്കുക. നമുക്ക് വലിയ പാഠം നൽകുന്നുണ്ട് ഇതിൽ. വാഗ്വാദങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ ഒന്നുമില്ല, നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. എന്നാലും ആശയപരമായ സംവാദങ്ങളൊക്കെ വല്ലാതെ നടക്കുന്നുണ്ടല്ലോ. അതിനെപ്പറ്റി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു 2 വാക്ക് സംസാരിക്കുന്നുണ്ട്. നഅം, അങ്ങനെയൊക്കെ ആണെങ്കിലും ലൗ വഖഅ മസ്അലത്തുൻ ബൈനക വബൈന ഖസ്മിൻ ഔ ഖൗമിൻ, ലൗ വഖഅ സംഭവിച്ചാൽ, മസ്അലത്തുൻ ഒരു വിഷയം, ബൈനക് നിന്റെ ഇടയിലും, വബൈന ഖസ്മിൻ നിന്റെ പ്രതിയോഗിയുടെ ഇടയിലും, ഔ ഖൗം അല്ലെങ്കിൽ ഒരു ടീം തന്നെ നിനക്ക് പ്രതിയോഗികളായിട്ടുണ്ടാകാം. അങ്ങനെയുള്ള വിഷയങ്ങൾ സംഭവിച്ചാൽ നീ സംവാദങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ, ബിദ്അത്തുകാരുമായി നമ്മുടെ ഉലമാക്കൾ പഴയ കാലം മുതലേ സംവാദങ്ങളിലും ഖണ്ഡന മേഖലകളിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സാധ്യതയാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ, വകാന ഇറാദത്തുക ഫീഹാ അൻ തുൽഹിറൽ ഹഖ്ഖ, ഹഖ് വെളിപ്പെടുത്തലാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ, വലാ തുളയ്യ, നീ വെറുതെ സമയം പാഴാക്കുകയല്ല ചെയ്യുന്നത്. ഇതിലൂടെ ജനങ്ങൾക്ക് സത്യമെന്താണെന്ന് ബോധ്യപ്പെടണം. അങ്ങനെയാണെങ്കിൽ ജാസൽ ബഹ്സു, നിനക്ക് ചർച്ചയ്ക്കിരിക്കാം, നിനക്ക് സംവാദങ്ങൾ നടത്താം, നിനക്ക് മുനാദറകൾ നടത്താം, നിനക്ക് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താം. പക്ഷേ നിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? നീ ജയിക്കലല്ല, സത്യം ബോധ്യപ്പെടണം. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നിന്റെ ഭാഗത്തു നിന്നുണ്ടാകാം. ലാക്കിൻ ലിതിൽക്കൽ ഇറാദത്തി അലാമത്താൻ, ഇങ്ങനെയുള്ള ഉദ്ദേശ്യം നിനക്കുണ്ടോ എന്നറിയാൻ 2 അടയാളങ്ങളുണ്ട്. എത്ര മഹത്തായ നിരീക്ഷണമാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നടത്തുന്നത്. ഇത് ഉദ്ദേശ്യം എന്താണെന്ന് അറിയാൻ വരെ അടയാളമുണ്ട്. ഇഹ്ദാഹുമ, 2-1, അല്ലാ തുഫർരിഖ ബൈന അൻ യൻകശിഫൽ ഹഖ് അലാ ലിസാനിക് ഔ അലാ ലിസാനി ഗൈരിക്. അല്ലാ തുഫർരിഖ്, വ്യത്യാസമൊന്നും ഉണ്ടാകൂല. ബൈന അൻ യൻകശിഫൽ ഹഖ്, സത്യം ബോധ്യപ്പെടൽ, അലാ ലിസാനിക, നിന്റെ നാവിലൂടെ ആയാലും, ഔ അലാ ലിസാനി ഗൈരിക്, വേറൊരാളുടെ നാവിലൂടെ ആയാലും നിനക്കതിൽ പ്രത്യേകിച്ച് അന്ധരൊന്നും കാണൂല. ഞാൻ തന്നെ അത് പറയണം, മറ്റുള്ളവരുടെ നാവിലൂടെ ആകരുത്, അല്ലെങ്കിൽ എൻ്റെ പ്രതിയോഗിയുടെ നാവിലൂടെ ആകരുത്. സത്യം ബോധ്യപ്പെടണം എന്ന് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. അവസാന വാക്ക് എൻ്റേതാകണം എന്നുള്ള ഒരു വാശിയും പാടില്ല. പലപ്പോഴും പല മുനാദറകളിലും അങ്ങനെയാകും. ഞാൻ പറഞ്ഞ് ജയിക്കണം, അതിന് പറ്റിയ ആളെ കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ലക്ഷ്യത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോകും, നഷ്ടമായി പോകും. അള്ളാഹു നമ്മെ അത്തരം വാഗ്വാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. കുടുംബ കലഹങ്ങളും വാഗ്വാദങ്ങളൊക്കെ ഒരു 99.4% ഇങ്ങനെയല്ലേ? എനിക്ക് ജയിക്കണം, ഞാൻ പറഞ്ഞവസാനിക്കണം, മറ്റൊരാളെ കൊണ്ട് പറയാൻ അനുവദിക്കരുത്. ഇങ്ങനെയുള്ള വാഗ്വാദങ്ങളും സംവാദങ്ങളും എങ്ങനെ ശരിയാകാനാണ്? വസാനിയ, രണ്ടാമത്തെ, യകൂനൽ ബഹ്സു ഫിൽ ഖലാഇ അഹബ്ബു ഇലൈക
മിൻ അൻ യകൂന ഫിൽ മലഅ അൻ യകൂന അൽ ബഹ്സു ഈ ചർച്ചയാകൽ അഹബ്ബ ഇലൈക നിനക്ക് ഏറ്റവും ഇഷ്ടം അൻ യകൂന അൻ യകൂന അൽ ബഹ്സു ഫിൽ ഖലാഇ അഹബ്ബ ഇലൈക ആരുമില്ലാത്ത സ്ഥലത്തായിരിക്കലാണ് ഈ ചർച്ച നിനക്ക് ഏറ്റവും പ്രിയം. മിൻ അൻ യകൂന ഫിൽ മലഅ ഒരു ടീമിൻ്റെ മുമ്പിലാകുന്നതിനേക്കാളും കുറേ ആളുകൾ ഒരുമിച്ച് കൂട്ടിയാകുന്നതിനേക്കാളും ഈ ചർച്ചക്ക് നിനക്കിഷ്ടം ഒരു അടച്ചിട്ട റൂമിൽ ഒരു സ്വകാര്യ സംഭാഷണമാണ്. അപ്പോൾ ആളുകൾ കൂടലല്ല നിന്റെ ആഗ്രഹം, ഈ സത്യം ഇവനൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം, അതിനുള്ള ഒരു ഇടം കണ്ടെത്തലാണ്. ആളുകളൊക്കെ നമ്മളിങ്ങനെ അടിച്ച് കയറുമ്പോൾ അവരിങ്ങനെ കണ്ടിട്ട് ഓ നല്ല ആളിട്ടോ, നല്ല കഴിവുള്ള ആളിട്ടോ, നല്ല പ്രാപ്തിയുണ്ട് കേട്ടോ, ആ മറുഭാഗത്തുള്ളവനെ ശരിക്കും ഉത്തരം മുട്ടിച്ചിട്ടോ എന്നൊന്നും പറയുന്ന ഒരു രൂപത്തിലേക്ക് ആകരുത് നമ്മുടെ സംവാദങ്ങൾ. മറിച്ച് നമ്മുടെ സംവാദങ്ങൾ ഈ ഹക്ക് ബോധ്യപ്പെടണം. അതൊരു അടച്ചിട്ട റൂമിലാകുമ്പോൾ ഈ സംവാദ നായകന് ഏറ്റവും വലിയ ഇഷ്ടമായി തോന്നും. ഒരിക്കലും അത് ജനങ്ങളിലേക്ക് എത്തരുത് എന്ന ഒരു ചിന്തയായിരിക്കും ഇതിൻ്റെ അടയാളം. ഒന്ന്, മറ്റൊന്ന് ഹക്ക് ബോധ്യപ്പെടണം. അത് എന്നിലൂടെ ആയാലും എൻ്റെ അപ്പുറത്തുള്ളവനിലൂടെ ആയാലും യാതൊരു പ്രശ്നവും ഇല്ല. ഈ രൂപത്തിലാണെങ്കിൽ നിനക്ക് ചർച്ചകളാകാം. അല്ലെങ്കിൽ നീ ഒരു ചർച്ചക്കോ ഒരു വാഗ്വാദത്തിനോ ഒരു വിദ്വേഷത്തിനോ ഒരു മുഖാമുഖത്തിനോ ഒരു സംവാദത്തിനോ നീ പോകണ്ട. പോവുകയാണെങ്കിൽ ഈ നിയ്യത്തോടുകൂടെ ആയിരിക്കണം എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ശിഷ്യനെ ഉപദേശിക്കുകയാണ്. അല്ലാഹു തആല ഈ ഉപദേശങ്ങളൊക്കെ കൃത്യമായി ഫോളോ ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.